പാലക്കാട്ട് 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടമുണ്ടായ സ്ഥലത്ത് വേഗതാ നിയന്ത്രണം ഏർപ്പെടുത്തി. ഗതാഗത നിയന്ത്രണത്തിന് പോലീസിനെ സ്ഥിരമായി വിന്യസിക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കേന്ദ്രത്തെ അറിയിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം അപകടത്തിനിടയാക്കിയ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറിയുടെ ഡ്രൈവർ പ്രജീഷ് ജോൺ പിഴവ് സമ്മതിച്ചു. അമിത വേഗത്തിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ സിമന്റ് ലോറിയിൽ ഇടിച്ചെന്നാണ് പ്രജീഷിന്റെ മൊഴി. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ അറക്കൽ, അപകടത്തിലേക്ക് നയിച്ചത് എന്താണെന്നതിൽ ഒരു വ്യക്തത വരുന്നു. ഇനി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ഇടപെടലുകൾ അവിടെ ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചത്? ഇക്ബാൽ അറക്കൽ, എന്തൊക്കെയാണ് കരിമ്പയിലെ വാഹനാപകടത്തിന് ശേഷം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? സുജയ, അതായത് ഇപ്പോൾ ഇന്നലെ പനയമ്പാടത്തുണ്ടായ ഈ വാഹനാപകടവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുള്ളത്. ഇതിൽ ഒന്ന് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനം ഓടിച്ചിരുന്ന മലപ്പുറം വഴിക്കടവ് സ്വദേശി പ്രജീഷ് ജോൺ. ഇയാൾ തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യം ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നരഹത്യാ കുറ്റമാണ് പ്രജീഷിനെതിരെ കല്ലടിക്കോട് പോലീസ് ചുമത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സിമന്റ് ലോറി ഓടിച്ചിരുന്ന കാസർഗോഡ് സ്വദേശിക്കെതിരെയും അയാൾക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മഹേന്ദ്ര പ്രസാദ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്കെതിരെയും ഇപ്പോൾ കല്ലടിക്കോട് പോലീസ് ഇപ്പോൾ ഇയാളെയും പ്രതി ചേർത്ത് ആണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഈ കരിമ്പ പഞ്ചായത്ത്, അതായത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പഞ്ചായത്തിലെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ചും കരിമ്പ പനയമ്പാടം മേഖലകളിൽ ഇനി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ ആരംഭിക്കാനുള്ള നീക്കത്തിലേക്ക് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സർക്കാരും നീങ്ങുന്നത്. ഇന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയുടെയും നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ വെച്ച് ഒരു യോഗം ചേരുകയായിരുന്നു. ഈ യോഗത്തിൽ പോലീസിന്റെയും ആർടിഒയുടെയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു, നാട്ടുകാരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ നാട്ടുകാർ അവരുടെ ആശങ്കകളും പരാതികളും ഈ യോഗത്തിൽ വെച്ച് അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നാളെ ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് ആ മേഖലയിൽ വെച്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തും. ഇന്ന് മുതൽ തന്നെ മേഖലയിൽ വേഗത നിയന്ത്രണം കൊണ്ടുവരാനുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഡിവൈഡറുകൾ സ്ഥാപിക്കും. അതിനോടൊപ്പം തന്നെ മുഴുനീള പോലീസിന്റെ സേവനവും ഈ മേഖലയിൽ അപകടങ്ങൾ നടക്കുന്ന പ്രത്യേകിച്ചും ബ്ലൈൻഡ് സ്പോട്ടുകളിൽ പോലീസിന്റെ സേവനം ഉറപ്പാക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത്. നാളെ ഈ സേഫ്റ്റി ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മറ്റ് കൂടുതൽ നടപടികൾ ഉണ്ടാവുക. പനയമ്പാടത്തെ വളവ് നിവർത്തനം, അതുപോലെ തന്നെ റോഡിന്റെ പ്രതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പ്രധാനമായും ഇന്ന് നടന്ന ഈ ചർച്ചയിലും. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.